ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ തുളസി വെള്ളം ആട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചോറിന് ഇന്നലെ തന്നെ വെള്ളം കൊടുന്ന് വെക്കും. അപ്പം ഇന്ന് രാവിലെ ഞാൻ നേരത്തെ നീച്ചിട്ട് നേരത്തെ 5 മണിയൊക്കെ ആകുമ്പോൾ നീക്കും കേട്ടോ. അപ്പോൾ തന്നെ കത്തിക്കൽ തുടങ്ങി. ചോറിന് വെള്ളം വെച്ച് പിന്നെ ഞാൻ ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കണം കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാനേ. പിന്നെ ഇന്നലെ കപ്പ കൊടുന്നായിരുന്നു, അത് കുറച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഏട്ടനും ഞാൻ തന്നെ കേട്ടോ കപ്പ കഴിക്കുള്ളൂ, മക്കളൊന്നും അങ്ങനെ ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഉണ്ടാക്കുകയാണ്. ചിലപ്പോൾ കുറച്ച് കഴിച്ചാലായി, അത്രയേ ഉള്ളൂ. ആർക്കും നല്ല രസമുള്ള കപ്പയാണ് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്താണാവോ മക്കൾക്കൊന്നും ഇപ്പം അതൊന്നും ഇഷ്ടമല്ല. അവർക്ക് വല്ല ഇറച്ചിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലോ അവർക്ക് പറ്റുന്നുള്ളൂ. ഞങ്ങളിതൊക്കെ കഴിക്കട്ടെ. ഞാനും ഏട്ടനും കപ്പയും മീനും പിന്നെ ചീനമുളക് ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് അതൊക്കെ. പിന്നെ കാവത്ത് ചേമ്പ് അങ്ങനത്തെ ഒക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. മക്കൾക്കാണ് അതൊന്നും ഇഷ്ടമല്ലാതെ. പിന്നെ ചെറുപയർ വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും ഇതൊക്കെ പാടെ വറുത്തിടാണ് കേട്ടോ ഞാൻ. ഉള്ളിയും ആദ്യം മുളകും ഉപ്പും ഇട്ടിട്ടാണ് ചെറുപയർ വേവിച്ച് വെച്ചായിരുന്നു. എന്നിട്ടിപ്പോൾ അത് ഞാൻ ഒന്ന് കടുകിട്ട് വറുത്തിട്ടു. ചെറുപയർ ഉപ്പേരി കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. ചെറുപയറിൻ്റെ ഉപ്പേരി ഉണ്ടെങ്കിൽ അവർ പിന്നെ ചോറ് കഴിച്ചോളും. മോള് ചോറ് കൊണ്ടുപോകും. ഇനിയിപ്പോൾ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. കപ്പ ഉപ്പും മുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്തിടാണ് കേട്ടോ. കപ്പ വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ട്, അത് കൂട്ടിയിട്ട് കപ്പ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റാവും അങ്ങനെ കഴിക്കുമ്പോൾ. വെറും കപ്പ കഴിക്കുന്നതിനേക്കാൾ രസം മീൻകറി കൂട്ടിയിട്ട് കഴിക്കുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം? കമൻ്റ് ഇടട്ടോ, എങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ. ചോറ് ഊറ്റാണ് കേട്ടോ. ചോറ് വെന്തു. ചോറ് ഊറ്റിയിട്ടിട്ട് എനിക്ക് വാർക്കാൻ അത്ര വയ്യ, അപ്പം ഞാൻ ചോറ് ഊറ്റുക ചെയ്യാം. അപ്പോഴേക്ക് അയില കിട്ടിയായിരുന്നു, അത് നന്നാക്കി ഞാൻ വേഗം വറക്കാൻ വെച്ചു. ഏട്ടന് ചോറ് കൊടുത്തയക്കണേ. ഏട്ടൻ്റെ ചോറ് പാത്രത്തിലാക്കുകയാണ് കേട്ടോ. ചോറ് പാത്രത്തിലാക്കി ഏട്ടനെ പറഞ്ഞയച്ചാൽ പിന്നെ എൻ്റെ പണികൾ ഒരു വിധം കഴിഞ്ഞു. രാവിലെ ഭയങ്കര തിരക്കാവും. കുട്ടികൾ സ്കൂളിൽ പോണ നേരം ഏട്ടൻ ജോലിക്ക് പോണ നേരം ഒക്കെ അത്